ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി നടത്തിയിട്ടുള്ള പ്രസ്താവന പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരന് ഗവൺമെൻറ്റിൻ്റെ നയപരമായ തീരുമാനങ്ങൾ പറയുവാൻ ആരും തന്നെ ചുമതലപ്പെടുത്തിയിട്ടില്ല. പി എം ശ്രീ എന്ന പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ അത് മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയുമായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല. ശ്രീ രതീഷ് കാളിയാടിൻ്റെ പ്രസ്താവന UDF BJPയെ സഹായിക്കാൻ ഉപകരിക്കും. ഇനി UDF ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണോ ഈ പ്രസ്താവന നടത്തിയതെന്ന് സംബന്ധിച്ചിടത്തോളം ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവസരവാദികളായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിലിരിപ്പ് ഇത്തരം പ്രസ്താവനയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയുന്നത്. പി എം ശ്രീ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നിയമസാധുതയെ സംബന്ധിച്ചിടത്തോളവും LDF ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ സംബന്ധിച്ചിടത്തോളവും നിയമസഭയ്ക്കകത്തും പുറത്തും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന ഞാനും ആ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഫിഡവിറ്റുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ വകുപ്പ് തീരുമാനിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഈ പദ്ധതിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രേഖാമൂലമായിട്ടുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണെന്ന് പറയുന്ന ഇന്നത്തെ UDF ഗവൺമെൻറ്റിന് ആ തുടർച്ചയുടെ ഭാഗമായി പി എം ശ്രീയുമായി സഹകരിക്കാതെ മുന്നോട്ട് പോവുകയും SSK ഫണ്ട് വാങ്ങുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. BJP RSSൻ്റെ നേതൃത്വം ഇന്ന് സാമ്പത്തിക ആരോപണം കൊണ്ട് ചീഞ്ഞു നാറുകയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ചിടത്തോളം BJPക്കെതിരായി അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്ന് വരാറുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ് വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിച്ചതിൻ്റെ ആകെ കണക്കെടുത്ത് ഇതുവരെയും വന്നിട്ടില്ല. ഇപ്പോൾ 12 കോടി രൂപയുടെ തട്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. കൊടി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കരാർ കൊടുത്തതിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിലും അതുപോലെ കൊടി വാടകയ്ക്കെടുത്തതിലും ഇതിൻ്റെ എല്ലാം കാര്യത്തിൽ വലിയ ആക്ഷേപങ്ങൾ വന്നിരിക്കുകയാണ്. BJPയുടെ ഓഫീസ് സെക്രട്ടറി കോടിക്കണക്കിന് വരെ വരുന്ന നോട്ട് കെട്ട് മേശപ്പുറത്ത് നിരത്തി വെച്ച് സെൽഫി എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. 47 നിയോജകമണ്ഡലത്തിലെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. സാധാരണഗതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ കണക്ക് വരുന്ന അവസരത്തിൽ വിവിധ ഏജൻസികൾ കേസെടുത്ത് അന്വേഷണം നടത്താറുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ഗൗരവമായി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത വ്യക്തി തന്നെ അവർ നടത്തിയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയിട്ടുണ്ട്. നീണ്ടുപോകുന്നത് BJPയും UDFും തമ്മിലുള്ള ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിലോ അഡ്ജസ്റ്റ്മെൻ്റ് അടിസ്ഥാനത്തിലാണോ ആണ് ഈ കേസ് എടുത്ത് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടുപിടിക്കാത്തത്. 12 കോടി രൂപ വിതരണം ചെയ്തതിലുള്ള ക്രമക്കേട് മാത്രമല്ല, അത് BJP ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്, 12 കോടി എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള കാര്യം പറയേണ്ടതായിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ ഉപയോഗിച്ചത്, തെരഞ്ഞെടുപ്പിന് വേണ്ടിയൊന്ന് ഉപയോഗിച്ചു എന്നുള്ള അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ നിലയിലും ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും
സാമ്പത്തിക തിരിമറികളുടെയും അഴിമതികളുടെയും പേരിൽ BJP RSS നേതൃത്വം മറുപടി പറയുന്നതിന് വേണ്ടി കഴിയുന്നില്ല. ഇക്കാര്യം സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരൻ ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. BJPയുടെ സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിനടുത്ത് അയച്ച കത്തിൻ്റെ കോപ്പി ഇന്ന് മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ഈ സംസ്ഥാന നേതൃത്വത്തിൻ്റെ അഭിപ്രായം അറിയണം. സംസ്ഥാന ഗവൺമെൻറ് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണല്ലോ അവർ പരാതി കേന്ദ്ര നേതൃത്വത്തിന് കൊടുത്തിരിക്കുന്നത്. അവർ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, കൊടി വാങ്ങിയതിന്, ഹെലികോപ്റ്ററിൻ്റെ കാര്യത്തിൽ, കാർ വാടക എടുത്തതിൻ്റെ കാര്യത്തിൽ, ലോഡ്ജ് ബുക്ക് ചെയ്ത കാര്യത്തിൽ, ഇതിനൊക്കെ ഇതിനുള്ള കാശിൻ്റെ കാര്യങ്ങൾ അവർ വ്യക്തമായി പറയുന്നുണ്ടല്ലോ. അല്ല, ഓഫീസിൻ്റെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിയെ ഇപ്പോൾ പുറത്താക്കിയല്ലോ. അയാളാണല്ലോ ഈ സെൽഫി എടുത്തിട്ട് ഈ കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയെ മാറ്റി നിർത്തിയിരിക്കുന്നു. കേന്ദ്ര BJP നേതൃത്വം അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നു. ഇത് BJPയിൽ മാത്രം അന്വേഷണത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ലല്ലോ. ഇത് എവിടെ നിന്നാണ് ഈ കാശ് കിട്ടിയത്? ജനങ്ങളുടെ കാശ് ഉണ്ടാവും ഇതിൽ. അത് എങ്ങനെയാണ് ലഭിച്ചത്? എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്? ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പോൾ കോടിക്കണക്കിന് രൂപ ഇപ്പം നിയമമണ്ഡലത്തിൽ തന്നെ ചെലവഴിച്ചതിൻ്റെ കണക്ക് ഇതുവരെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. എത്രയോ പ്രാവശ്യം 50 കോടിയിലധികം വരുന്ന രൂപ അവിടെ ചെലവഴിച്ചു എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ട് പോലും അതിനെ നിഷേധിച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറയുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായിട്ടില്ലല്ലോ. എന്തായാലും ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന ഗവൺമെൻറ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാണ് പോകുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ട് ഒരു ഉന്നത തലത്തിലുള്ള സ്പെഷ്യൽ ടീമിനെ ഇതിനെ അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. ജനങ്ങളാണല്ലോ രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാം എന്ന് പറയുന്നത്. കോടാനുകോടി രൂപ വരികയും പോവുകയും ചെയ്യുകയും ചെലവഴിക്കുകയും ചെയ്യുകയും കാണാതില്ലാതെയും ഇല്ലാതെ എന്ന് പറയുമ്പോൾ ഇത് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ആർക്ക് കൊടുത്തു, എന്തിനു കൊടുത്തു എന്നതിനെ സംബന്ധിച്ചിടത്തോളം അറിയാനുള്ള എല്ലാ അവകാശവും നാട്ടിലെ എല്ലാ പൗരന്മാർക്കും ഉണ്ട്. അത് രാജീവ് ചന്ദ്രശേഖരൻ ഈ കള്ളപ്പണത്തെ ഒളിപ്പിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് കോടാനുകോടി രൂപയുടെ ചിലവ് നടത്താനുള്ള അധികാരമുണ്ടോ? അങ്ങനെ അധികാരമൊന്നും BJPക്കില്ല.